ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ടത് ഗൈസ്. ഗൈസിൻ്റെ ഇന്നത്തെ പരിപാടി നമ്മൾ പുതിയൊരു കാറല്ല നമ്മളെ ഇപ്പോൾ അപ്ഡേറ്റിന് ശേഷം പുതിയൊരു ക്യാരവാൻ വന്നല്ലോ. അപ്പോൾ ആ ക്യാരവാന് എനിക്ക് ഞാൻ ബൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ക്യാരവാന് സെറ്റാക്കാൻ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രണ്ട് വെച്ചാൽ ഞാനൊരു ഗ്രൂപ്പിലുണ്ട് ഗൈസ്, ഒരു ഗ്രൂപ്പ് ക്രൂയിലുണ്ട്. ആ ക്രൂവിൻ്റെ പേരെന്താ വെച്ചാൽ പീമാരി എന്നാണ്, പീമാരി ഓട്ടോമോട്ടീവ്സ് എന്നാണ് ആ ക്രൂവിൻ്റെ പേര്. അപ്പോൾ ആ ക്രൂവിന് നമ്മൾ ക്രൂവിലേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ആ വണ്ടി റെഡി ആക്കണം. അപ്പോൾ ക്രൂവിൻ്റെ പേരും പിന്നെ നമ്മളെ CPM ബോസ് എന്നുള്ള പേര് ബാക്കിലും കൊടുത്ത് അങ്ങനെ സെറ്റാക്കാനുള്ള ഐഡിയ ആണ് ഇപ്പോൾ നമ്മൾ വിചാരിച്ചത്. അപ്പോൾ സ്റ്റിക്കറുകൾക്കൊക്കെ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തരുമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ചങ്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമ്മൾ പുഷപ്പൊക്കെ എടുക്കുകയാണ് ഗൈസ്. ഇന്ന് രാവിലെ നമ്മൾ ജിമ്മിൽ പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളെ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ട് നമുക്ക് രാവിലെ തന്നെ നേരൊന്നും വെളുത്തിട്ടില്ല ഗൈസ്. ഇവിടെ കണ്ടില്ല, ആകാശത്തെ സൂര്യനെ കുതിച്ച് വരണ്ടേ ഉള്ളൂ. രാവിലെ തന്നെ പുഷപ്പ് എടുക്കാറുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ വേറെ കാര്യം കേട്ടോ ഗൈസ്, എന്താ വെച്ചാൽ നമ്മളെ പേര് നമ്മൾ CPM മലയാളി എന്നുള്ള പേര് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. CPM ബോസ് മാറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഈ കമൻറ്റ് സെക്ഷനിൽ തന്നെ നമ്മളെ കമൻറ്റ് സെക്ഷനിൽ ഒരു 5 ആൾക്കാർ കമൻറ്റ് ഇട്ടാൽ മതി. 5 ആൾക്കാർ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാർസ് ഗീവ് അവേ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കാർസ് ഗീവ് അവേ കൊടുക്കുന്ന കാര്യം എങ്ങനെ നിങ്ങൾ അറിയുന്നത് വെച്ചാൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറുക. ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ അതിൽ കയറിയിട്ട് എൻ്റെ സ്റ്റോറി ഒന്ന് നോക്കിയാൽ മതി. 5 ലൈക്ക് അല്ല 5 കമൻറ്റിന് ശേഷമാണ്. 5 കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഞാൻ ചെയ്യും, നമ്മളെ ഗീവ് അവേ വെക്കും. ഗൈസ്, നമ്മൾ വേഗം ടൈം കളയുന്നില്ല. അപ്പോൾ നമ്മളെ കാർ എന്ത് സീനല്ലേ ഗൈസ്, നമ്മളെ BMW സീന് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ കയറാം. വേഗം തന്നെ ടൈമിൽ പോവാൻ വേഗം തന്നെ. അപ്പോൾ ഗൈസ്, നമ്മളോട് പറഞ്ഞ എങ്ങോട്ട് വരാനെന്ന് വെച്ചാൽ ഡെസേർട്ടിലേക്ക് വരാനാണ് പറഞ്ഞത്. എന്താ വെച്ചാൽ ഡെസേർട്ട് പോണ വഴിയിലൊരു സ്ഥലമുണ്ട്. മറ്റേ ഡെസേർട്ടിലൊരു പുതിയ ഏതൊരു സ്ഥലത്ത് വരാനൊക്കെ പറഞ്ഞത്. അപ്പോൾ ഡെസേർട്ട് ഇപ്പോൾ ഏത് ഭാഗത്താണ് ഗൈസ്? നമ്മൾ ഡെസേർട്ട് ഇവിടെയാണ്. ഇവിടെ ഈ ഒരു ഭാഗത്തേക്കാണ്, ഈ ഒരു പ്രോപ്പർട്ടി ഉള്ള ഈ ഒരു സ്ഥലത്തേക്കാണ് വരാൻ പറഞ്ഞത് ഗൈസ്. നമുക്ക് വേഗം തന്നെ അങ്ങോട്ട് പോകാം. എന്നിട്ട് അവിടുന്ന് നമ്മളോട് പറഞ്ഞത് അവിടുന്ന് എവിടെ വരെയോ പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് ഡെസേർട്ട് ഇവിടെ അല്ല തോന്നുന്നു ഗൈസ്. ഞാൻ എന്താണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ പുതിയ ഗ്യാരേജ് പറഞ്ഞിട്ട് ഈ ഭാഗത്താണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കുറേ നാളായല്ലോ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യണ്ടേ, നമുക്ക് നേരെ തന്നെ വിടാം ഗൈസ്. നമ്മളങ്ങനെ അവിടെ എത്തിയിട്ട് നമുക്ക് ഇനി സംസാരിക്കാം നേരെ അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ സ്ഥലത്തല്ല എത്തി, നമ്മൾ സ്ഥലം എന്ന് വെച്ചാൽ ഫ്രണ്ടിൻ്റെ ഗ്യാരേജ് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇവിടെയാണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാണ്, എന്നോട് മച്ചാൻ പറഞ്ഞതാണ്, വണ്ടി എഞ്ചിനൊക്കെ ചെയ്തിട്ട് ഓയിലൊക്കെ മാറ്റാൻ പറഞ്ഞപ്പോൾ ഞാനത് മാറ്റില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവന് ക്യാരവാൻ അല്ല, അവന് ടോട്ടർക്ക് കൊണ്ടുവന്ന്
വലിച്ച് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും വണ്ടി കാണാൻ ഭയങ്കര ലുക്കാണല്ലേ ഗൈസ്. കാൾ ഓഫ് ഡ്യൂട്ടി CPM ബോസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇനി ടൈം വഹിക്കണില്ല കേട്ടോ ഗൈസ്. നമുക്ക് ഇനി ഇവിടെ നിന്ന് എങ്ങനെ പോകേണ്ടത് വെച്ചാൽ ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു വണ്ടിയിൽ പോസ്റ്റ് അടിച്ച് വെച്ചാൽ നമ്മളെ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറി പോകാൻ കഴിയുമോ നോക്കാം കേട്ടോ ഗൈസ്. ഓ ഷിറ്റ്, ഈ വണ്ടി എടുത്ത് പോകാൻ കഴിയുന്നില്ല കേട്ടോ നമുക്ക്. വണ്ടി സ്റ്റാർട്ടാവണ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ പോകുന്നില്ല. ഇത് കുറേ ദൂരത്തോട്ടൊക്കെ പോകുന്നുണ്ട്. എന്തായാലും നമ്മൾ കാർ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് വെക്കുക. എന്തായാലും വന്നെടുത്ത് കൊണ്ടുപോയിക്കോ. നമുക്ക് എന്തായാലും ഓഫാക്കിയിട്ടാ, അല്ലെങ്കിൽ ഓഫാക്കിയിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മളെ BMW അവിടെ വെച്ചിട്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഏതാ വണ്ടി വെച്ചാൽ ക്യാരവാൻ കൊണ്ടുവരാനാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ക്യാരവാന് കൊണ്ടുവരാനാണ് നമ്മൾ പോകണം ഇപ്പോൾ മെയിനായിട്ട്. അപ്പോൾ ക്യാരവാൻ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയെന്ന് പറഞ്ഞത് വെച്ചാൽ സൈഡിലൊന്നും അങ്ങനെ സ്റ്റിക്കർ വർക്ക് ഇല്ല. സൈഡിൽ ഒരു തീൻ്റെ സ്റ്റിക്കർ വർക്ക്, തീൻ്റെ ഒരു ചെറിയ ഇത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ മുമ്പ് ഭാഗത്ത് നമ്മുടെ ക്രൂവിൻ്റെ പേരാണ് പീമാരി എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ തൊട്ട് താഴെ തന്നെ പീമാരി ഓട്ടോമോട്ടീവ്സ് എഴുതി. പിന്നെ അവിടെ തന്നെ CPM ബോസ് ഇതിന് അതിൻ്റെ ബാക്കിലാണെങ്കിൽ CPM ബോസ് ഗെയിമർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മളെ റോഡിലെത്തിയിട്ടുണ്ട്. അപ്പം ഓ ഗൈസ് നമ്മളിവിടെ വന്നതും അപ്പോൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് ഒറ്റ വണ്ടിയും ഇല്ല ഗൈസ്. പക്ഷെ നമ്മളെ നമ്മളെ റാങ്കൊക്കെ കണ്ടിട്ടുണ്ടോ ഗൈസ്? നമ്മളെ റാങ്ക് ഇപ്പോഴും ബിഗിനറാണ് ഗൈസ്. നമ്മളെ റാങ്ക് ബിഗിനറാണ്. എന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ആ ഒരു കാർ വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അതിൽ കയറാൻ നമ്മളെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ ഗൈസ്, സീനല്ലേ. നമുക്ക് ആ കാറ് നിർത്തിയില്ല ഗൈസ്. ഡിഫൻഡർ നിർത്തി. അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ ഓടിച്ച് ഒരു കാറിൽ കയറി വന്നത്. അപ്പം ഇവിടെ ഇവിടെ കൊണ്ടുപോയി ഒരാക്കി വന്നു നമുക്ക്. നമ്മളെ കാർ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല, നമ്മൾ ഇതുകൊണ്ട് നമ്മളെ താറ് തന്നെയല്ലേ ഗൈസ്, നിങ്ങൾക്ക് ഓർമ്മയില്ല. താറ് കൊണ്ടുവന്ന് ഇതാക്കി സ്ഥലത്ത് തന്നെയാണ് പറഞ്ഞു. അപ്പോൾ ഗൈസ് ഇതാണ് ക്യാരവാൻ. ഇതേപോലെ ലുക്ക് ഉണ്ടല്ലേ ഗൈസ്, ഇതേ ലുക്ക് ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ ക്യാരവാൻ അത് അവിടെ നിൽക്കുന്നുണ്ട്. ഓ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പീമാരി എന്ന് പറഞ്ഞിട്ട് ഏരിയ. ഓ സീനില്ലേ ഗൈസ്. ഓ CPM ബോസ് എന്ന് തന്നെ മുമ്പിൽ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ല പീമാരി ഓട്ടോമോട്ടീവ്സ്. ഓ സീന്. പിന്നെന്തൊക്കെ സ്റ്റിക്കറൊക്കെ ചെയ്ത് വെച്ചാൽ ഇതിൻ്റെ കൊടി കൊടുത്തിട്ടുണ്ട്. പീമാരി ഓട്ടോമോട്ടീവ്സ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്തൊക്കെയാണ് ചെയ്ത് നമ്മളെ വണ്ടി? ഓ തീൻ്റെ സ്റ്റിക്കർ വർക്ക് ബാക്കിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ CPM ബോസ് യൂട്യൂബർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓ നമ്പർ ബോർഡ് എന്തായാലും നമുക്ക് മാറ്റണം. നമ്മളെ ഫ്രണ്ടിൻ്റെ നമ്പർ ബോർഡാണ് അപ്പോൾ വെച്ചത്. എന്തായാലും നമുക്ക് വണ്ടീൻ്റെ ഉള്ളിലോട്ട് കയറി നിൽക്കാൻ പറ്റും. നമ്മളെ വണ്ടീൻ്റെ ഉള്ളിലോട്ട് എങ്ങനെ കയറിയ ഗൈസ്? ഇവിടെ ബോണറ്റൊക്കെ തുറക്കാൻ കഴിയുന്നുണ്ടല്ലോ ഗൈസ്. ഓ സീൻ. ബോണറ്റിൻ്റെ ഉള്ളിൽ എന്തായാലേ വൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും പുതിയ വണ്ടികൾ ഇപ്പോൾ ഗൈസ് നമ്മളെ ഇപ്പോഴുള്ള കയ്യിലുള്ള വണ്ടി വെച്ചാൽ ഇപ്പം കയ്യിലുള്ള വണ്ടി വെച്ചാൽ നമ്മളെ ക്യാരവാനാണ്. എന്താ ചെയ്യുക, ഈ സാധനം നെക്കിയിട്ട് ഉള്ളിലോട്ട് കയറാനും കഴിയുന്നില്ല. കയറി. ഓ ഗൈസ് കയറുമ്പോൾ തന്നെ എന്താ ഡീറ്റെയിലിംഗ് ഇല്ലേ ഗൈസ്. ഓ ഗൈസ് ഇതിൻ്റെ ഉള്ളിൽ ബെഡൊക്കെ ഉണ്ടല്ലേ ഗൈസ്. ഞാൻ ഈ വണ്ടി വാങ്ങിയ ടൈമിൽ ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല കേട്ടോ ഗൈസ്. ബെഡ് സീനായി. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോകുന്നുണ്ട് ഗൈസ്. ഓ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോകുന്ന ഒറിജിനാലിറ്റിയില്ലേ ഗൈസ്. എന്തായാലും നമുക്ക് വണ്ടി കൊണ്ട് പോയൊക്കെ ഗൈസ്. ഓ ഇത് മൈ ഗോഡ് ഗൈസ് നമ്മളെ വണ്ടി സംഭവം സീനാണ് ഗൈസ്. നമ്മളെ വണ്ടീൻ്റെ സൈഡിൽ പീമാരി ഓട്ടോമോട്ടീവ്സ് എന്നൊക്കെ എഴുതി. എന്തായാലും നമുക്ക് ഇവിടുന്ന് ഒന്ന് ഇറങ്ങി നോക്കാം.
പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഗൈസ് കണ്ടില്ലേ ഇങ്ങനെ ഇറങ്ങണ ഇറങ്ങുന്ന വീഡിയോസ് ഇതൊക്കെ സീനായിട്ടോ. ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബേക്കോട്ട് പോകുമ്പോൾ എന്താ അവസ്ഥ? ബേക്കിൽ ഡോർ വെക്കാൻ കഴിയുന്നില്ല. ബേക്കിൽ ഡോർ വെക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇവിടെ എന്താ അവിടെ ഗൈസ് സംഭവം പക്ക സീനായിട്ടുണ്ട് ഗൈസ്. ഇനി ഗൈസ് നമുക്ക് ഇനിയും സെറ്റപ്പ് ചെയ്യണം. ഇനിയോട് സെറ്റപ്പ് ചെയ്യണം. ഇതിൻ്റെ മേലെ ഇവിടെ ഒരു മേലെ ഈ ഭാഗത്തൊരു സാധനം ഇങ്ങോട്ട് തുറക്കണുണ്ട്, ഷീറ്റ് പോലെ. അത് നമുക്ക് ചെയ്യണം. ഇത് നമുക്ക് വേണം ഒരു ചെറിയ നമ്മളെ ചെറിയ വീട് കൊണ്ടെടുക്കാൻ പറ്റണേ എന്നുവെച്ചാൽ നമ്മൾ എങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ അങ്ങോട്ടൊക്കെ കൊണ്ടെടുക്കാൻ പറ്റണേ ചെറിയ വീട് ആണെങ്കിൽ അങ്ങനെ ഈ വണ്ടീനെ വിശ്വസിക്കുക. എന്തായാലും ഗായ്സ് നമുക്ക് ആ വണ്ടിയിൽ നിന്ന് കയറി നമ്മുടെ എല്ലാ റൂമിലും ഗായ്സ് കയറുമ്പോൾ തന്നെ ആ സാധനം നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെയുണ്ട്. ഫസ്റ്റ് ഡ്രൈവിങ്. മറ്റേതെന്താ ഗായ്സ് ഇത് വാങ്ങിയവർ ഇതെല്ലാവർക്കും കിട്ടി കാണുമോ? ഇത് വണ്ടിയില്ലേ, അടിപൊളി വണ്ടി തന്നെ ഗൈസ്. നമ്മളെ ഗൈസ് നിങ്ങൾക്കൊക്കെ ഈ വണ്ടി കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. ഗൈസ് ഞാൻ സംസാരിക്കുമ്പോൾ ചെറിയ പ്രശ്നമുണ്ട് ഗൈസ്. എന്താ വെച്ചാൽ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നമാണ്. ഒരു സീനുണ്ടായില്ലേ ഇന്ന് സോഫേൻ്റെ ചിത്രമൊക്കെ സോഫേൻ്റെ ചിത്രം നോക്കിയിട്ടുണ്ട്. എത്ര ആൾക്കാർക്ക് കയറി പോകാൻ കഴിയുമെന്നുള്ള വീഡിയോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കറിയോ ഇതിൽ എത്ര ആൾക്കാർക്ക് കയറി പോകാൻ കഴിയും? ഒരു ടൈമിൽ എത്ര ആൾക്കാരെ കൊണ്ട് ഇതിൽ കയറി പോകാൻ പറ്റും? അറിയുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. പിന്നെ നിങ്ങളെ കയ്യിൽ ഇങ്ങനത്തെ വണ്ടി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വണ്ടി ഇല്ലാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം വന്ന് എന്നെ ഒന്ന് ഡി എം ചെയ്യും. എന്നെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ യൂട്യൂബിൽ സബ്സ്ക്രൈബറാണ്, എനിക്ക് ഒരു കാറ് തരുമോ വെച്ചിട്ട് എന്നെ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ നേരിട്ട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ തരാം ഗൈസ്. വണ്ടി എന്തായാലും ഗൈസ് നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കട്ടോ ഗൈസ്. വണ്ടി സീനാണ്. വണ്ടി നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ. കയറി ഇരിക്കണേ. നമ്മൾ പിന്നെ മറ്റേ അറേബ്യയിലുള്ള മറ്റേ അറബികളൊക്കെ ഇടണ മറ്റേ ജുബല്ലേ, ആ ഡ്രസ്സാണ് നമ്മളിട്ടത്. ഇപ്പോൾ നമുക്ക് എന്തായാലും ചെറിയ ഡ്രസ്സൊക്കെ ഷോപ്പിങ്ങൊക്കെ പോകണം. പക്ഷെ ഇപ്പോൾ ടൈമില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ ഷോപ്പിംഗ് പോകാനൊക്കെ ഇടണം. ഗായ്സ് അപ്പം നമ്മളെ ഫ്രണ്ട് മച്ചാൻ വണ്ടി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് തോന്നുന്നുണ്ടോ ഗായ്സ്? എന്തായാലും നമുക്കൊന്ന് ഓട്ടി നോക്കാം. ഗായ്സ് നല്ല വൃത്തിയുള്ള വണ്ടി. ഗായ്സ് നല്ല സ്പീഡുണ്ട്. അപ്പോൾ മച്ചാനെ എൻജിനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അതനുസരിച്ച് നല്ല സ്പീഡുണ്ട് നമ്മളെ വണ്ടിക്ക്. ഗായ്സ് നല്ല സ്പീഡുണ്ട്. പക്ഷേ കൺട്രോൾ കുറച്ച് കുറവാണ്. ഇല്ല ഗായ്സ്, കുറച്ച് കൺട്രോൾ കുറവാണ്. നമ്മളതിനനുസരിച്ച് ഗായ്സ് നമ്മൾ റോങ് സൈഡിലേക്ക് പെട്ടെന്ന് എടുത്ത് ഗായ്സ്. നമ്മളെ വണ്ടിയിൽ 1/2 ടാങ്കാണ് പെട്രോളുള്ളത്. അപ്പം നമുക്ക് അതൊന്ന് ഫുൾ ടാങ്ക് ആക്കി വരാം. അപ്പം റീഫ്യൂലിങ് കാണിക്കുന്നുണ്ട്. അപ്പം ഡീസൽ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഗായ്സ്. ഇനി അടുത്ത വീഡിയോയിൽ എന്താ വെച്ചാൽ നമ്മൾ കാണിക്കാൻ പോകണം എന്തൊക്കെയാ വെച്ചാൽ, നമ്മൾ അടുത്ത വീഡിയോയിൽ എന്താ കാണിക്കുക, നമ്മൾ ഇപ്രാവശ്യം അപ്ഡേറ്റ് വന്ന കുറച്ച് സ്ഥലങ്ങളില്ലേ ഗൈസ്, ആ സ്ഥലങ്ങളും ഇപ്പോൾ നേരം അപ്ഡേറ്റ് വന്ന കുറച്ച് കാർസൊക്കെ ഉണ്ടല്ലോ. ആ കാറിൽ വെട്ടാണ് ഈ ക്യാരവാനും ബാക്കിയുള്ള ഏതൊക്കെയോ ഒരു BMW കാറും പിന്നെ ഏതൊക്കെയാ ഗൈസ്, അത് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. BMW കാറും പിന്നെ ഏതൊക്കെ കാർസാ വന്നത് ഒന്നും ഓർമ്മയില്ല ഗൈസ്. പിന്നെ ഗൈസ് നിങ്ങൾ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 50 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കണം.
അതിന് ശേഷം നമുക്ക് ലൈവും അങ്ങനെ ഓരോ സെറ്റാക്കണം, അങ്ങനെ ഓരോന്നൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ ഗൈസ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും നമ്മളെ വണ്ടി സീനായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് നമ്മളെ ഓഡിയോ കുറച്ച് ക്ലിയർ കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം കേട്ടോ ഗൈസ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ.